ഹായ് നമസ്കാരം 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 നമസ്കാരം. ഇന്ന് പേശർക്ക് സ്വാഗതം, പ്രേക്ഷകർക്ക് സ്വാഗതം. അലിൻ ജോസ് പെരേരയുടെ അഭിപ്രായത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. ഒരു കാര്യം പറയട്ടെ, അത് നിഷ ഇടുക്കി പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാള സിനിമ തിയേറ്ററിലേക്ക് വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ്. 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മോനുണ്ടോ? ഞാൻ ജനിച്ചിട്ടില്ലെന്നാണ് ബിപിൻ ജോർജ് ചേട്ടൻ പറഞ്ഞത്. ബിപിൻ ജോർജ് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ജനിച്ചിട്ടുണ്ട്, 24 വർഷമായുള്ളൂ അല്ലേ. ഞാൻ ഒരുപാട് തവണ കണ്ടൊരു സിനിമ, ഏറ്റവും കൂടുതൽ സംപ്രേഷണം ചെയ്ത. പക്ഷെ ഇന്ന് കണ്ടപ്പോ ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വെള്ളിയേട്ടൻ സിനിമ മൊത്തമായിട്ട് കാണുന്നത്. ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് അവിടെ നെറ്റിൽ കണ്ടത്. വേറെ ഇതിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ്. മമ്മൂക്കി എന്ന നടന്റെ അഗ്രപാളിയിലെ ഒരു അതിശയിപ്പിക്കുന്ന വിസ്മയ കൊടുങ്കാറ്റാണ്. മമ്മൂക്ക ആറാടുകയാണ് വെള്ളിയേട്ടനിൽ കഥാപാത്രം. നമ്മുടെ അറക്കൽ മാധവനുണ്ടിന്റെ കഥാപാത്രം, അറക്കൽ മാധവനുണ്ടിന്ന മമ്മൂക്ക കഥാപാത്രം മിന്നി തെറിക്കുന്ന രീതിയിലുള്ള ഒരു ചടുലതമായിട്ടുള്ള. ഞാനെല്ലാം സങ്കടം വന്നു പറഞ്ഞാൽ ഒരു സീനുണ്ട്, കലാഭവൻ മണിച്ചേട്ടനെ കാണിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കാരണം മിസ് ചെയ്തു. പിന്നെ അതുപോലെ സുകുമാരി ചേച്ചി, ക്യാപ്റ്റൻ രാജ് ചേട്ടൻ, അതുപോലെ മറ്റേ അഗസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരുപാട് താരങ്ങളെ കണ്ടപ്പോൾ പിന്നെ രഞ്ജിത്ത് ചേട്ടന്റെ കഥ, ഷാജി കൈലാസ് സാറിന്റെ ഡയറക്ഷൻ. ഷാജി കൈലാസ് ചേട്ടനെ പറ്റി പറഞ്ഞാൽ കടുവല്ല മറ്റേതാണ് പടം വന്നല്ലോ ഈ അടുത്ത്, കടുവയ്ക്ക് ശേഷം നമ്മുടെ ഷാജി കൈലാസ് സാറിന്റെ ഒരു റിലീസ് പടം 4K കണ്ട് അതിശയിപ്പിക്കുന്നു. ഗാനരംഗമാണെങ്കിലും ശോഭന ചേച്ചിയുടെയും പിന്നെ നമ്മുടെ വിജയകുമാർ ചേട്ടന്റെയും. പറയൂ, എന്താണ്? ഞാൻ ടിവിയിൽ കണ്ട ഒരു മൂവിയാണ് ഇത്, വല്യേട്ടൻ സിനിമ. ഞങ്ങളൊക്കെ ടിവിയിലല്ല കണ്ടേ, ഞങ്ങള് ഫ്രിഡ്ജിന്റെ അകത്തിരുന്നാ കണ്ടേ. പറ. അതുകൊണ്ട് ഇന്ന് ഞാനത് റിലീസ് ചെയ്തപ്പോ ഇന്ന് തന്നെ ഫസ്റ്റ് ദിവസം വന്നു കണ്ടു. പിന്നൊരു കാര്യമുണ്ട്, നിഷ പറയട്ടെ. പിന്നെ നമുക്ക് മണിച്ചേട്ടനെ വീണ്ടും ഫ്രെയിമിൽ നന്നായിട്ട് കാണാൻ പറ്റി, അതായത് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റി. അതുപോലെ നമ്മുടെ സുകുമാരി അമ്മ, അങ്ങനെ കുറച്ച് മരിച്ചുപോയ, നമ്മളിൽ നിന്ന് വിട്ടുപോയ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇത് നമ്മൾ ഒരുപാട് തവണ കൈരളിയിൽ കണ്ടു, തിയേറ്ററിൽ കണ്ടു. പക്ഷെ ഇന്ന് കണ്ടപ്പോ പുതിയതായിട്ട് കാണുന്നൊരു ഫീലിംഗ് ആയിരുന്നു ആ സിനിമ. അതുപോലെയാണ് ഒരു ഫീൽ ചെയ്ത സിനിമ. ഒരു പാട്ട് പാടി നിർത്താം. മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ ഗംഭീര സിനിമ, അത് വല്യേട്ടൻ ആണട മച്ചാന്മാരെ, അത് വല്യേട്ടണ്ട ഇത് വല്യേട്ടണ്ട. 24 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കാന്റെ സിനിമ ഇറങ്ങിയട മച്ചാന്. മെഗാസ്റ്റാർ അന്നും ഇന്നും മെഗാസ്റ്റാർ ആണ്. എത്ര വെള്ളിയാഴ്ച വന്നാൽ പുതിയ നടന്മാർ താരോദയങ്ങൾ വന്നാൽ മമ്മൂക്കാന്റെ സ്പേസ് മമ്മൂക്കാന്റെ കയ്യിൽ, മെഗാസ്റ്റാറിന്റെ കയ്യിൽ ഇരിപ്പിടമാണ്.